നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിയേക്കര ഉൾപ്പെടെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഇനി മുതൽ പണമായി ടോൾ സ്വീകരിക്കില്ല. ഏപ്രിൽ 10 മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരും. ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ടോൾ അടയ്ക്കാൻ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. എല്ലാ വാഹനങ്ങളിലും പ്രവർത്തനക്ഷമമായ ഫാസ്ടാഗ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഫാസ്ടാഗ് ഇല്ലെങ്കിലും പ്രവർത്തനക്ഷമമല്ലെങ്കിലും യാത്രക്കാർക്ക് UPI വഴി പണമടയ്ക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ടോൾ തുകയുടെ 25% തുക അധികമായി നൽകേണ്ടി വരും. ഉദാഹരണത്തിന്, കാർ യാത്രയ്ക്ക് ഫാസ്ടാഗ് വഴി ഒരു വശത്തേക്ക് നിലവിൽ 90 രൂപയാണ് ടോൾ ഫീസ്. ഇത് UPI സംവിധാനം വഴിയാണെങ്കിൽ വെള്ളിയാഴ്ച മുതൽ 112 രൂപ 50 പൈസ അടയ്ക്കേണ്ടി വരും. ടോൾ പ്ലാസകളിൽ പണം നൽകാനായി വാഹനങ്ങൾ കാത്തു നിൽക്കുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് ആകുന്നതോടെ വാഹനങ്ങൾക്ക് വേഗത്തിൽ കടന്നു പോകാൻ സാധിക്കും. ചില്ലറ പൈസയെ ചൊല്ലിയും മറ്റും ടോൾ ബൂത്തുകളിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് ID കാർഡുകൾ കാണിച്ച് സ്വകാര്യ വാഹനത്തിന് നേടിയിരുന്ന ടോൾ ഇളവുകൾ ഇനി മുതൽ നൽകില്ലെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക ഫാസ്ടാഗ് പതിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമേ ഇനി ടോൾ ഇളവിന് യോഗ്യതയുണ്ടാകൂ. ടോൾ ഇളവുകളുടെ ദുരുപയോഗം കുറയ്ക്കുന്നതിനും ടോൾ പ്ലാസകളിലെ തർക്കങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നിർദ്ദേശം. ദേശീയപാത പാലിയേക്കരയിലെ ടോൾ പ്ലാസ ഏപ്രിൽ 10 വെള്ളിയാഴ്ച മുതൽ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഇവിടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമാണ് ഇനി നമുക്ക് വെള്ളിയാഴ്ച മുതൽ സ്വീകരിക്കൂ. അതായത് ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI ഇടപാടുകൾ മാത്രമാണ് ഇവിടെ നടക്കുക. ഫാസ്ടാഗാണ് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഫാസ്ടാഗ് ഇല്ലാത്ത പക്ഷം UPI വഴി പണമടയ്ക്കാൻ കഴിയും വാഹനങ്ങൾക്ക്. എന്നാൽ അത് 25% ഫീ കൂടുതൽ അടയ്ക്കണം എന്നതും പ്രത്യേകം വാഹന ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്, യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 90 രൂപ വരുന്ന ഒരു കാർ യാത്രയ്ക്ക് UPI ഇടപാട് നടത്തുകയാണെങ്കിൽ അത് 112 രൂപ 50 പൈസ അടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. ഇനി ഫാസ്ടാഗും UPI ഇടപാടുകളും ഇല്ലെങ്കിൽ അത് വലിയ പിഴകൾക്ക് കൂടി സാഹചര്യം ഉണ്ടാക്കും എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നത്. ഏതായാലും വെള്ളിയാഴ്ച മുതൽ ടോൾ പ്ലാസയിലൂടെയുള്ള വാഹനയാത്രയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്യാമറമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇരിങ്ങാലക്കുട ഐക്കരക്കുന്ന് റേഷൻ കടയ്ക്ക് സമീപം വെച്ച് മധ്യവയസ്കനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കാപ്പ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡിയായ വേളൂക്കര വില്ലേജ് ഡോക്ടർപടി സ്വദേശി ചെമ്പറമ്പത്ത് വീട്ടിൽ സലോഷാണ് പിടിയിലായത്. കോലോത്തുംപടി കളത്തേരി വീട്ടിൽ സുരേഷിനാണ് കുത്തേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഐക്കരക്കുന്ന് റേഷൻ കടയ്ക്ക് സമീപം വെച്ച് പ്രതിയായ സലോഷ് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സുരേഷിന്റെ വയറ്റിൽ കുത്തുകയായിരുന്നു. സലോഷ് 2024 കാപ്പ നിയമപ്രകാരം 6 മാസവും 2025 കാപ്പ നിയമപ്രകാരം 6 മാസം നാടുകടത്തിയ പ്രതിയും 2026 കാപ്പ പ്രകാരം ജയിലിലടയ്ക്കാനുള്ള നടപടി നടന്നുവരുന്നതും ഇരിങ്ങാലക്കുട കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി 5 വധശ്രമ കേസിലും 2 അടിപിടി കേസിലും കഞ്ചാവ് ഉപയോഗിച്ച 1 കേസും അടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 600 രൂപ കൂടി 1,12,200 രൂപയായി. ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 14,025 രൂപയുമായി. ഇറാൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഏപ്രിൽ 9 1,11,600 രൂപയായിരുന്നു വിപണിയിൽ സ്വർണ്ണവില. വെടിനിർത്തലിന് പിന്നാലെ അസംസ്കൃത എണ്ണവില വൻതോതിൽ ഇടിയുകയും ചെയ്തിരുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിലിന് കഴിഞ്ഞ ദിവസം മാത്രം 13% കുറഞ്ഞ് $94 എന്ന നിലയിലേക്ക് എത്തിയിരുന്നു.
പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ സ്വർണ്ണവില വൻ കുതിപ്പ് നടത്തിയിരുന്നെങ്കിലും പിന്നീട് അസംസ്കൃത എണ്ണവില ഉയർന്നതോടെ സ്വർണം ഇടിയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ലക്ഷത്തിനും താഴേക്ക് പോയ ശേഷമാണ് വീണ്ടും ഉയർന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,025 രൂപയും പവന് 1,12,200 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര രാപ്പാൾ കണ്ണമ്പുഴ വെണ്ണാട്ടുപറമ്പിൽ പരേതനായ കുഞ്ഞുവറീത് ഭാര്യ മേരി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. സിസിലി, ജോൺസൺ, ഗ്രേസി, പ്രിൻസൺ എന്നിവർ മക്കളും ജോസ്, റോസിലി, ആൻസി, പരേതനായ ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.